നമസ്കാരം. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിനു ശേഷം വിജയ് ആദ്യമായിട്ടൊരു മാധ്യമത്തിന് അഭിമുഖം നൽകിയിരിക്കുന്നു. നമുക്ക് അത് തന്നെയാണ് ബ്രേക്കിംഗ് ആയിട്ട് സംസാരിക്കാനുള്ളത്. NDTVക്കാണ് വിജയ് അങ്ങനെ അഭിമുഖം കൊടുത്തിരിക്കുന്നത്. ആൻഡ് ലെറ്റ് അസ് ടോക്ക് അബൌട്ട് ദാറ്റ്. എന്താണ് വിജയ് പറയാനുള്ളൊരു കാരണം? ഒരുപക്ഷെ TVK എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയതിനു ശേഷം വിജയ് ആദ്യമായിട്ട് ഒരു മാധ്യമത്തിന് ഒരു അഭിമുഖം നൽകുകയാണ്. എത്രയോ വർഷങ്ങളായിട്ട് വിജയ് ഒരു അഭിമുഖം കൊടുക്കുന്നില്ല. നിങ്ങൾ ബീസ്റ്റ് ഒന്നും കൊണ്ടുവരരുത്. ബീസ്റ്റ് നെൽസണിന് തമ്മിലുള്ള ഒരു അഭിമുഖം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സിനിമ ബേസ്ഡ് ആണ്. ബട്ട് ദിസ് ഇസ് പൊളിറ്റിക്കൽ. ദിസ് ഇസ് രാഷ്ട്രീയമൊട്ടാകെ തന്നെ അറിയേണ്ട ഒരു ഇൻ്റർവ്യൂ ആണ് വിജയ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആൻഡ് NDTV ഈസ് ഫയറിങ് ഇറ്റ്. ഭയങ്കരമായിട്ട് അവരത് ഹൈപ്പ് ചെയ്യുന്നുണ്ട്. വിജയ് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ആ ഒരു അഭിമുഖത്തിന് വരണമെന്ന് പറയുന്നത് ഏകദേശം 45 മിനിറ്റോളം അവർ സംസാരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അവർ തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കോൺവെർസേഷൻസിൽ ചില ഭാഗങ്ങൾ അവർ ഒരു ബൈറ്റായിട്ട് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ബട്ട് അവർ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഭാഗവും പുറത്തുവിട്ടിട്ടില്ല. ഒരുപക്ഷെ ഒരു ആദ്യത്തെ മീഡിയയ്ക്കാണ് വിജയ് ഒരു അഭിമുഖം കൊടുക്കുന്നത്. ആൻഡ് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട്. ഇൻ്റർവ്യൂ ഏകദേശം 45 മിനിറ്റോളം ദൈർഘ്യമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. 45 മിനിറ്റോളം ചോദ്യങ്ങൾ ചോദിക്കുകയും വിജയ് അതിനൊക്കെ മറുപടി പറയുകയും ചെയ്തതായിട്ട് മനസ്സിലാക്കുന്നു. ഏതൊക്കെയാണ് പോയിന്റുകൾ, ഏതൊക്കെയാണ് സംസാരിച്ചതെന്നുള്ളത് നമുക്ക് നോക്കാം. ബട്ട് വിജയ് വളരെ ശാന്തനായി എല്ലാത്തിനും മറുപടി പറയുകയും ചെയ്തു. നമ്മൾ സാധാരണയായി കണ്ടിട്ടുള്ളത് വിജയ് വളരെ കുറഞ്ഞ വാക്കുകളിൽ ഉത്തരം പറയുന്ന ഒരു വ്യക്തിയാണ്. ഒരു ഇൻ്റർവ്യൂസിലൊക്കെ സാധാരണയായിട്ട് സംസാരിക്കാറില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബീസ്റ്റിലെ ഇൻ്റർവ്യൂ തന്നെ നിങ്ങൾ എടുത്തോളൂ. അതുപോലെ തന്നെ അധികം വേണ്ടില്ല, വളരെ സോഫ്റ്റ് വോയിസ് ഒക്കെ ആയിട്ടാണ് വിജയ് സംസാരിക്കുന്നത്. പക്ഷെ രാഷ്ട്രീയക്കാരനായ വിജയ് നമ്മൾ കാണുന്നത് ഒരു 2.0 വേർഷനാണ് പ്രേക്ഷകരെ. ഈ ഇൻ്റർവ്യൂ എടുത്തതിന് ശേഷം ഇവർ പറയുന്നത്, അതായത് NDTVയുടെ ഒഫീഷ്യൽസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിജയുടെ ഉത്തരങ്ങളൊക്കെ വളരെ ലോങ് ആണ്, ചെറിയ ഉത്തരങ്ങളൊന്നുമല്ല. ഞാൻ പറയുന്ന ഒരു പൊളിറ്റീഷ്യൻ എന്ന രീതിയിൽ വിജയ് തന്നെ ഷേപ്പ് ചെയ്യുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ TVKയുടെ സമ്മേളനങ്ങളിലൊക്കെ പോയിട്ട് വിജയ് സംസാരിക്കുന്നത് എന്തോരം ഫിയർലെസ് ആയിട്ടാണ്, അല്ലെങ്കിൽ എന്തോ ഫെറോഷ്യസ് ആയിട്ടും ഫിയർലെസ് ആയിട്ടും വിജയ് സംസാരിക്കുന്നത് കാണാം. നമുക്ക് ഒരുപാട് ഞെട്ടലുണ്ടാക്കിയ കാര്യമാണത്. കാരണം ഒരുപക്ഷെ ഇത്രയും ഫെറോഷ്യസ് ആയിട്ട് വിജയ് നമ്മൾ കണ്ടിട്ടേ ഇല്ല. ബട്ട് പൊളിറ്റീഷ്യൻ വിജയ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്. പൊളിറ്റീഷ്യൻ വിജയാണ് ഇവിടെ NDTVക്ക് അഭിമുഖം കൊടുത്തിരിക്കുന്നതെന്ന് വ്യക്തമാണ്. ഇറ്റ്സ് നോട്ട് ദ സിനിമ പേഴ്സൺ വിജയ്, ഒരു ആക്ടർ വിജയ് അല്ല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിസ് ആൻസേഴ്സ് വെയർ ലോങ് ആൻഡ് ഹിസ് ആൻസേഴ്സ് വെയർ കാം എന്നതാണ് NDTV ഒഫീഷ്യൽസ് പറയുന്നത്. ഇനി നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. നമുക്ക് ലാഗ് അടുപ്പിക്കണ്ട. ആദ്യം തന്നെ കരൂർ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടാണ് വിജയ് പറയുന്നത്. കരൂർ ദുരന്തം വളരെയധികം ഷോക്കായിരുന്നു. ഇപ്പോഴും തന്നെ വേട്ടയാടുന്ന ഒരു കാര്യമായിട്ടാണ് കരൂർ ദുരന്തത്തെക്കുറിച്ച് വിജയ് സംസാരിക്കുന്നത്. കാരണം താൻ ഇത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ജനങ്ങളുമായിട്ട് നേരിട്ട് സംസാരിക്കുക എന്നത് മാത്രമായിരുന്നു തൻ്റെ ലക്ഷ്യം. പക്ഷേ തൻ്റെ കൺമുന്നിൽ വെച്ച് 41ഓളം പേർ മരണപ്പെട്ടൊരു സാഹചര്യം വിജയ്ക്ക് വളരെ ഞെട്ടലുണ്ടാക്കുന്നു എന്നുള്ളത് വിജയ് പറയുന്നുണ്ട്. മാത്രമല്ല പെട്ടെന്ന് തന്നെ അദ്ദേഹം ചെന്നൈ എയർപോർട്ടിലേക്ക് പോയ കാര്യം പലരും നെഗറ്റീവായിട്ട് എടുത്തു. പക്ഷേ ആ ദുരന്തം കൂടുതൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് താൻ എത്രയും വേഗം ആ സ്ഥലത്ത് നിന്ന് മാറിയതെന്നും കൂടി വിജയ് ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് വളരെ വേഗത്തിൽ തന്നെ ദുരന്തം വർദ്ധിക്കാനൊരു സാഹചര്യം തൻ്റെ കൺമുന്നിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് താൻ പെട്ടെന്ന് സ്ഥലം വിട്ടതെന്നതും കൂടി വിജയ് പറയുന്നുണ്ട്. ആദ്യം തന്നെ വിജയ് കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്. മാത്രമല്ല തൻ്റെ നിർമ്മാതാവായ KVN പ്രൊഡക്ഷൻസിൻ്റെ നിർമ്മാതാവ് വെങ്കട് K നാരായണനെ ഓർത്ത് തനിക്ക് സങ്കടമുണ്ടെന്നും കൂടി വിജയ് പറയുന്നുണ്ട്. അതായത് തൻ്റെ സിനിമ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പല പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് വിജയ്ക്ക് അറിയാമായിരുന്നു. പ്രത്യേകിച്ച് ലാസ്റ്റ് സിനിമയാണ്, പൊളിറ്റിക്സിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നുള്ള ലാസ്റ്റ് സിനിമകളാണ്. അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് വിജയ്ക്ക് അറിയാമായിരുന്നു എന്നതും കൂടി വിജയ് തുറന്നു പറയുന്നു. വിജയ്ക്ക് അറിയാം ഈ സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന്. പക്ഷേ അതിങ്ങനത്തെ പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. സിനിമ ഇത്രയും ഡിലേ ആകുമെന്നൊന്നും വിജയ് ചിലപ്പോൾ കരുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അറിയാമെങ്കിൽ പോലും സിനിമ റിലീസ് ചെയ്യാൻ പറ്റാതെ പോകുന്ന നിർമ്മാതാവിൻ്റെ പ്രതിസന്ധി ഓർത്ത് തനിക്ക് ദുഃഖമുണ്ടെന്നും കൂടി വിജയ് ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. ആൻഡ് വിജയ് വളരെ ഡിറ്റർമിൻഡ് ആയിട്ടാണ് ഇൻ്റർവ്യൂവിൽ ഒട്ടാകെ ഇരുന്നതെന്നാണ് മനസ്സിലാകുന്നത്. അതായത് വളരെ സെർട്ടനാണ് വിജയ്ക്ക് എന്ത് വേണം, എന്താണ് തൻ്റെ ലക്ഷ്യം എന്നതിനെ പറ്റി വിജയ്ക്ക് നല്ല ധാരണ ഉണ്ടെന്നും കൂടി പറയുന്നുണ്ട്. പൊളിറ്റിക്സ്, രാഷ്ട്രീയമാണ് തൻ്റെ ഭാവി എന്നത് വിജയ് വ്യക്തമാക്കുന്നൊരു അഭിമുഖം കൂടിയാണിത്. അതുകൊണ്ട് എൻ്റെ പൊന്നു പ്രേക്ഷകരെ, വിജയ് തിരികെ സിനിമയിലേക്ക് വരും, വിജയ് തിരിച്ച് വരുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിക്കുന്നവരുടെ മുന്നിലേക്ക് വിജയ് വീണ്ടും പറയുകയാണ്, ഞാൻ ഇനി സിനിമയിലേക്കില്ല. എൻ്റെ ഇനിയുള്ള ജീവിതം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ 33 വർഷം നിങ്ങൾ എൻ്റെ കൂടെ നിന്നു. ഇനി അടുത്ത വരാൻ പോകുന്ന 33 വർഷങ്ങളിൽ ഞാൻ നിങ്ങളുടെ വാതിൽ പടിയിൽ ഉണ്ടാകുമെന്ന് വിജയ് പറയുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി പൊളിറ്റിക്കൽ. രാഷ്ട്രീയത്തിൽ മാത്രം നിൽക്കാനാണ് വിജയ് ഉദ്ദേശിക്കുന്നത്. 2026 തമിഴ്നാട് ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വിജയ് തിരികെ സിനിമയിലേക്ക് വരില്ല. വീണ്ടും TVKയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും, പാർട്ടി റൈസ് ചെയ്യും, കൂടുതൽ സമ്മേളനങ്ങൾ നടത്തും. പൊളിറ്റീഷ്യൻ വിജയാണ് നമ്മളിനി കാണാൻ പോകുന്നത് എന്നത് വീണ്ടും ഈ അഭിമുഖത്തിൽ നിന്നും വിജയ് വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിജയ് പറയുന്നൊരു കാര്യം, ഇതൊരു ലോങ് ടേം പ്ലാനാണ്. അതായത്
ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് എനിക്കൊരു ലോങ് ടേം പ്ലാനാണ്. സാധാരണയായിട്ട് അങ്ങനെ കാണാതിരിക്കുന്നവർ നമ്മുടെ ചുറ്റും തന്നെയുണ്ട്, സിനിമാക്കാരുടെ ഇടയിൽ തന്നെയുണ്ട്. ഒന്ന് പരാജയപ്പെട്ടാൽ വീണ്ടും സിനിമയിലേക്ക് പോകാമെന്നത്. പക്ഷേ വിജയ് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇത് ലോങ് ടേം പ്ലാനാണെന്ന് വിജയ് പറയുന്നു. അതോടൊപ്പം തന്നെ വിജയ് പറയുന്നത് താൻ ഷാരൂഖ് ഖാൻ്റെ വലിയൊരു ആരാധകനാണെന്നും കൂടി വിജയ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൻ്റെ റോൾ മോഡൽ MGRും ജയലളിതയാണെന്നും കൂടി വിജയ് പറയുന്നുണ്ട്. അപ്പോൾ MGRും ജയലളിതയും കൂട്ടുപിടിക്കുന്നുണ്ട് വിജയ് ഇവിടെ, തൻ്റെ റോൾ മോഡൽസ് ആക്കുന്നുണ്ട്. തനിക്ക് ഏറ്റവും കൂടുതൽ ആരാധനയുള്ളൊരു വ്യക്തി ഷാരൂഖ് ഖാനാണെന്നും കൂടി വിജയ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം, ഈ അഭിമുഖത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റിംഗ് ഫാക്ടറിലേക്കാണ് നമ്മൾ പോകുന്നത്. വിജയ് പറയുന്നത് തനിക്ക് കിങ് മേക്കർ എന്നൊരു ബ്രാൻഡ് വേണ്ട. സാധാരണയായി രാഷ്ട്രീയത്തിൽ ഓരോരുത്തരെ ബ്രാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വിജയ് പോലൊരു വ്യക്തിക്ക് കിങ് മേക്കർ എന്നൊരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടൊന്നുമില്ല. പക്ഷെ വിജയ് നിഷേധിക്കുകയാണ്, വിജയ് ഡിനൈ ചെയ്യുകയാണ്. തനിക്ക് കിങ് മേക്കർ എന്നൊരു റോള് വേണ്ട എന്ന് പറയുന്നുണ്ട്. തനിക്ക് ഒരു മുന്നോട്ട് നിന്നാൽ മതി, ജനങ്ങൾക്കൊപ്പം വേണ്ടി നിന്നാൽ മതി എന്നത് പറയുന്നുണ്ട്. വിജയ് പറയുന്നുണ്ട് ഞാൻ ജയിക്കും. വിജയ് അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആണ്. വിജയ് അതുകൊണ്ട് തന്നെയാണ് കളിക്കുന്നത്. വിജയ്ക്ക് അറിയാം താൻ ജയിക്കുമെന്ന്. ആ ഒരു കോൺഫിഡൻസിലാണ് വിജയ് ഇപ്പോഴും സംസാരിക്കുന്നത്. ഐ വിൽ വിൻ എന്നാണ് വിജയ് പറയുന്നത്. ഞാൻ ജയിക്കും. വൈ വുഡ് ഐ ബി എ കിങ് മേക്കർ? ഞാൻ എന്തിന് കിങ് മേക്കർ ആവണം? ഹാവ് യു സീൻ ദ ക്രൗഡ്സ് ദാറ്റ് ആർ കമ്മിങ്? എൻ്റെ ശബ്ദം കേൾക്കാൻ, എൻ്റെ സമ്മേളനങ്ങൾ കേൾക്കാൻ ചുറ്റും കൂടി വരുന്ന ജനങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് വിജയ് തിരിച്ചു ചോദിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വരുന്നത് തൻ്റെ സിനിമാക്കാരനായ അല്ലെങ്കിൽ സിനിമാ നടനായ വിജയെ കാണാൻ വേണ്ടിയിട്ടല്ല, രാഷ്ട്രീയക്കാരനായ തൻ്റെ രാഷ്ട്രീയ തത്വത്തോട് വിശ്വസിക്കുന്ന ആളുകളുടെ കൂട്ടത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നതും കൂടി വിജയ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തിന് കിങ് മേക്കർ ആവണം, ഞാൻ ജയിക്കും എന്നതാണ് വിജയ് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട, ഈ അഭിമുഖത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. അതായത് വിജയ് ഉദ്ദേശിക്കുന്നത് തൻ്റെ ഫാൻസിനെ പാർട്ടി പ്രവർത്തകരായി കൺവേർട്ട് ചെയ്യുക എന്നുള്ളൊരു സാധ്യതയും കൂടി തന്നെയാണ്. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം തൻ്റെ ചുറ്റും കൂടി ഇത്രയും വർഷം ഉണ്ടായിരുന്ന ആരാധകരൊട്ടാകെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് വന്നപ്പോൾ അവരുടെ കൂടെ നിൽക്കുക, ലൈക്ക് അവരെ തൻ്റെ പൊളിറ്റിക്കൽ ടീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണ് വിജയ്. അതുകൊണ്ട് തന്നെയാണ് വിജയ് ജയിക്കാൻ വേണ്ടി തന്നെയാണ് ഈ കളി കളിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമാക്കി മാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2026 ഒരു ഒറ്റ ഇലക്ഷൻ്റെ മാത്രമല്ല, ഇത് വരാൻ പോകുന്ന ഇലക്ഷൻസിലും ഒക്കെ തന്നെ ഇത് TV-ക്ക് ഇറങ്ങാനും വിജയ് ഇറങ്ങാനുമുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ TV-ക്ക് വിസിൽ സിമ്പിളൊക്കെ കൊടുത്തിരുന്നു. മാത്രമല്ല വിജയ് അപ്പം തന്നെ, അതായത് ഇലക്ഷൻ കമ്മീഷൻ ഇത് ക്ലിയർ ചെയ്തപ്പോൾ തന്നെ വിജയ് പറഞ്ഞത് ഇത് ഞങ്ങളുടെ ആദ്യത്തെ ജയം ആണ് എന്നുള്ളതാണ്. അതായത് ഈ വിസിൽ കിട്ടിയപ്പോൾ തന്നെ അതൊരു ജയമായി മാറി എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല ഈ ഒരു സ്വിച്ച് ഉണ്ടല്ലോ, അതായത് ഇത്രയും നാളും വലിയ സ്റ്റാറായിട്ട് നിന്നൊരു പൊളിറ്റീഷ്യനായിട്ട് മാറുന്ന ഈ ഒരു ഷിഫ്റ്റ്, ഈ ഒരു സ്വിച്ചിങ് പരിപാടി എളുപ്പമല്ല എന്നതും കൂടി വിജയ് പറയുന്നുണ്ട്. അതൊരു ഈസി പരിപാടി ആയിരുന്നില്ല, ഇത്രയും വലിയ പ്രശ്നങ്ങളാണ് എന്നതാണ് വിജയ് പറയുന്നത്. സോ അഭിമുഖത്തിൽ ഉണ്ടാകുന്ന എല്ലാ ക്വസ്റ്റ്യൻസും വാലിഡ് ആകുന്നു. അതിനെല്ലാം കൃത്യമായ വലിയ മറുപടികൾ വിജയ് പറയുന്നു. പ്രധാനപ്പെട്ട ഹൈലൈറ്റിംഗ് പോയിന്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വീണ്ടും ഉറപ്പിച്ചു പറയുന്നു, വിജയ് രാഷ്ട്രീയത്തിലേക്ക് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.